നമ്മൾ തന്നെ കേരളത്തിൽ കണ്ടു. പിന്നെ സദാചാര ഗുണ്ടകൾ, സദാചാര തെണ്ടികൾ, പിന്നെ വിചാരണ നടത്തിയ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത കാര്യം കേരളത്തിൽ നടക്കുന്നു. അതായത് കേരളത്തിലൊരു പാരലൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ മതം ശക്തിപ്പെടുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ മതത്തിന് ഇപ്പോൾ ഇസ്രായേലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലും പിന്നെ നിലനിൽക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ചേർന്നുള്ളൊരു രാഷ്ട്രം എന്നതാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. അത് പക്ഷേ ഉണ്ടാവില്ലായിരിക്കും. കാരണം മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങളുടെ അന്ത്യവിധി ഉണ്ടാവണമെങ്കിൽ ഈ അറേബ്യൻ ഭാഗത്ത് നിന്ന് ഇസ്രായേലികൾ യഹൂദന്മാരെ മുഴുവൻ തുടച്ചു നീക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ അന്ത്യവിധി വരണമെങ്കിൽ ഈ പിന്നെ യഹൂദ രാഷ്ട്രം അവിടെ പുനഃസ്ഥാപിക്കപ്പെടണം. എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ മതങ്ങളെ മാറ്റി നിർത്തിയാണ് ഇതിലൊക്കെ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇത് ഓർക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇന്ത്യ ഒരു മതരാഷ്ട്രത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് പോയതാണ്. വാസ്തവം പറഞ്ഞാൽ ഈ RSS ഒക്കെ BJP അധികാരത്തിൽ വന്നപ്പോൾ RSS ശക്തിപ്പെട്ടു. RSSൻ്റെ അജണ്ട ഒരു ഹിന്ദുരാഷ്ട്രം, അതുണ്ടാകും, എപ്പോൾ വേണേലും ഉണ്ടാകും. ഇപ്പം ഇന്ത്യ ഹിന്ദുരാഷ്ട്രമല്ലാതെ നമുക്ക് ആർക്കും പറയാനാവില്ല. ഇന്ത്യ ഹിന്ദുരാഷ്ട്രം തന്നെ, അതിന് നമുക്ക് ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷേ മറ്റു മതങ്ങളെയും മറ്റു മനുഷ്യരെയും അടിച്ചമർത്തുന്ന ഒരു ഹിന്ദുരാഷ്ട്രം അതായിരുന്നു പലരും ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ് ചരിത്രം വലിയ നന്ദി പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ RSSനോ മതതീവ്രവാദികൾക്കോ ശക്തിപ്പെടാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ആ അധികാരം മുഴുവൻ അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചു. ഇപ്പം നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് മതേതരത്വവും ജനാധിപത്യവും ശക്തിപ്പെട്ടത്. ഇന്ത്യക്കൊരു അടിത്തറ പാകിയത്. ഇന്ന് നെഹ്റുവിനെ കുറ്റം പറയുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യം മനസ്സിലാക്കണം. ആ സാഹചര്യത്തിനനുസരിച്ചാണ് നെഹ്റു പെരുമാറിയത്. അന്നത്തെ കാലത്ത് ചെയ്തത് അതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു വേണ്ടിയിരുന്നതും. അപ്പം അതുപോലെ തന്നെ ഇന്ത്യ എന്ന മഹത്തായ ഒരു രാഷ്ട്രത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ മറ്റൊരു നേതാവാണ് നരേന്ദ്രമോദി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു മതരാഷ്ട്രമായിട്ട്, ഒരു പക്കാ മതരാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിയില്ല. കാരണം അതിന് അങ്ങനെ ആരും പൊങ്ങി വരാനായിട്ട് പിന്നെ മോദി അനുവദിച്ചില്ല. അത് വലിയൊരു കാര്യമല്ലേ, വലിയൊരു മാറ്റമല്ലേ. അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മുള്ളമാർ വന്നു. അവർക്ക് ഈ ഭരണത്തിൽ എന്താ കാര്യം ഇരിക്കുന്നത്? ഈ മുള്ളമാരും ഇവരുടെ ഈ ശരിയ ലോ ഒക്കെ എന്തോന്ന്, ഈ ശരിയ ലോ അത് 6-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രമാണമാണ്. ആ കാലഘട്ടത്തിലെ ആ രീതി അനുസരിച്ച് തന്നെ ഇന്നും പോകണമെന്ന് പറഞ്ഞാൽ അവരുടെ കിതാബിലോ മറ്റോ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ഇന്നും അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇരിക്കുന്നത്?